Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് 3 മണി വരെ ഉണ്ടാവും കേട്ടോ. അത് മിസ്സില്ല, അങ്ങനെയാണ് കേട്ടോ ക്ലാസ്. ഓക്കെ, നമ്മൾ എത്ര വരെ എടുത്തത്? ഓഡിബിൾ വാണിംഗ് വരെ എടുത്തത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓഡിബിൾ വാണിംഗ് വരെ. Yes, ma'am. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. നെക്സ്റ്റ് ടോപ്പിക് ആണ് കോസ്റ്റ് അല്ലേ. നമ്മൾ എന്ത് പറയാം, ആംബുലൻസ് സർവീസ് നടത്തുമ്പോൾ നമ്മൾ കുറച്ച് കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ എന്താണ്, ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസിഡന്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ, അതുപോലെ എന്താണ് വീടുകളിൽ നിന്ന് രോഗികളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, the ambulance ride cost can be paid from several sources and this will relate the local situation or kinds of service being provided by whom and to whom. എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ ആംബുലൻസ് സർവീസ് നടത്തുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ എന്താണ്, ലോക്കൽ സിറ്റുവേഷൻസിന്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് കൈൻഡ്സ് ഓഫ് സർവീസിന്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ആര് കൊടുക്കുന്നു അല്ലെങ്കിൽ ആർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ഇവിടെ ആരായിരിക്കും കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് ആംബുലൻസ് സർവീസിന് കോസ്റ്റ് അല്ലെങ്കിൽ ഫീ പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസില് ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. The full or the majority part of the cost of transport by ambulance is borne by the local, regional or national governments. എന്താ പറയുന്നത്, ഇവിടെ മെജോറിറ്റി പാർട്ട് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കോസ്റ്റ് ആംബുലൻസ് സർവീസ് നടത്തുമ്പോൾ അവർക്ക് ഫീ പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നായിരിക്കാം. എങ്ങനെയാണ്, ലോക്കൽ ഗവൺമെന്റ് അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള ഗവൺമെന്റ്, അതുപോലെ എന്താണ് നാഷണൽ ഗവൺമെന്റ്, അങ്ങനെ പലതരത്തിലുള്ള ഗവൺമെന്റ് സർവീസിൽ നിന്നാണ് ആംബുലൻസ് സർവീസിലേക്ക് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർക്കുന്ന സമയം കേട്ടോ. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫീ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി എന്താണ്, പ്രൈവറ്റ് ഫണ്ടഡ് സർവീസ് അല്ലെ. ഇവിടെ ആരായിരിക്കാം, എങ്ങനെയായിരിക്കാം ഫണ്ട് കൊടുക്കുന്നത്? പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോ പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ നമ്മളൊരു വണ്ടി വിളിച്ചു, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ എന്താ നമ്മുടെ വീട്ടിൽ ഇപ്പോ ആരെങ്കിലും രോഗികൾക്ക് ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് വീട്ടിലേക്ക് വിളിക്കുന്നു അല്ലെ. പ്രൈവറ്റ് ആയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളാണ് പൈസ കൊടുക്കുന്നത്. കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ themselves or through their insurance companies. അപ്പൊ നമ്മൾ സെൽഫായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, ചില സന്ദർഭങ്ങളിൽ ഈ രോഗി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി, ഇത് ചില കേസുകളിൽ മാത്രമാണ് പറയുന്നത്, ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്ന സർവീസിന് വേണ്ടിയിട്ട് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആംബുലൻസ് എടുത്ത് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ചില സന്ദർഭങ്ങളില് ഇപ്പോ ആ പേഷ്യന്റ് ഇൻഷുറൻസ് പോളിസി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ആംബുലൻസ് സർവീസിന് ഫീ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും.
ഇനി ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരിറ്റി എന്താ? ചാരിറ്റി പഠിച്ചിരുന്നല്ലോ നമ്മള്. ചാരിറ്റി എന്താ? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് may be given free of charge to patient by a charity, although contributions may be sought for service received. ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആംബുലൻസിന് ആംബുലൻസിലെ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് പ്രത്യേക രീതിയിലുള്ള ചാർജുകൾ ഒന്നുമില്ല. ഫ്രീ സർവീസസ് ആയിട്ടാണ് അവര് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും എന്താണ്, ഇപ്പോ കിടക്കുന്ന രോഗികൾ, ഇപ്പോ എന്താണ് രോഗികളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാക്കേഴ്സ്, അതുപോലെ എന്താണ് വീൽ ചെയേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇപ്പൊ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ എന്താണ് വാട്ടർ ബെഡ്സ് ഒക്കെ, അത് യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ ബെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊട്ടും കേട് വരാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ എന്താണ് ഇവര് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെയുള്ള സർവീസ് ആണ് ചാരിറ്റി ഫണ്ടഡ് സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ ആംബുലൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ട് ഫീ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്? എക്യുപ്മെന്റ്സുകൾ അല്ലെ, ഇൻസ്ട്രുമെന്റ്സുകൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കിടപ്പ് രോഗികള്, നടക്കാൻ പറ്റാത്ത രോഗികള് അല്ലെ, അങ്ങനെയുള്ള രോഗികൾക്ക് കൊണ്ടുപോയിട്ട് അത് സേവനമായിട്ട് നൽകുന്നു. അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ഇനി ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്തായിരിക്കാം? ആരായിരിക്കാം ഫണ്ട് കൊടുക്കുന്നത്? ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കാം? ഹോസ്പിറ്റൽസ് അല്ലെ. Hospital may provide the ambulance transport free of charge on the condition that the patients use the hospital service. എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ കുറെ നാളുകളായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു വ്യക്തിയെ ചികിത്സയിൽ ട്രീറ്റ്മെന്റിലേക്ക് എടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ എന്താണ്, കുറച്ച് നാളുകളായി അദ്ദേഹം അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അല്ലെ. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവനും ആ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കുമ്പോൾ അയാളുടെ ഡെഡ് ബോഡീസ് ഒക്കെ വിട്ടു കൊടുക്കാനായിട്ട് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്? അയാളെ ഇവിടെ കുറെ നാളുകളായി ട്രീറ്റ്മെന്റിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അയാളുടെ ഭൂരിഭാഗം സമ്പാദ്യം മുഴുവനും എന്താണ് ഹോസ്പിറ്റലിൽ തന്നെ ചെലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകൾ ഹോസ്പിറ്റൽസ് ഫ്രീ ആയിട്ട്, ആംബുലൻസ് സർവീസുകൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? പോസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടാ. ഡൗട്ട് വല്ലതുണ്ടോ? ഇനി എന്താണ് 108 എമർജൻസി സർവീസ് അല്ലെ. 108 എന്താ? 108 എന്താ? എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പറാണ്? നമ്പറാണ്, എമർജൻസി നമ്പറാണ് അല്ലെ. ക്രിട്ടിക്കൽ ആംബുലൻസിനെ വിളിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. ഹൗ ഇറ്റ് വർക്ക്? നമ്മളിപ്പോ എന്താണ് ഒരു എമർജൻസി സർവീസ് നമ്മൾ വിളിക്കുമ്പോൾ എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ആംബുലൻസ് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. When an emergency is intimated to 108, the caller collects the needed basic information and send OTP service. Primary information got includes. അപ്പൊ നമ്മൾ 108 വിളിച്ചു. നമുക്കിപ്പോ നമ്മുടെ വീട്ടില് ഒരാളിപ്പോ എന്തെങ്കിലും എമർജൻസി ആയിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് റോഡിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിളിക്കാറില്ല ആംബുലൻസിനെ. നമ്മൾ തന്നെ ചിലപ്പോൾ എന്താണ് കോളേഴ്സ് ആവാറുണ്ട് അല്ലെ. നമ്മൾ വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആംബുലൻസ് ഡ്രൈവറിനോട് പറയേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. The call is placed from, എവിടെ നിന്നാണ് വിളിക്കുന്നത്, ഡിസ്ട്രിക്ട് ഏതാണ്, താലൂക്ക് ഏതാണ്, സിറ്റി ഏതാണ്, ടൗൺ ഏതാണ്, എക്സാക്ട് ലൊക്കേഷൻ എന്താണ്,
ലാൻഡ്മാർക്ക്, ഇതൊക്കെ എന്ത് ചെയ്യണം? ആംബുലൻസ് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്താണ്? എമർജൻസി ടൈപ്പ് അല്ലെ, ആക്സിഡന്റ് ആണോ, അല്ലെങ്കിൽ എന്താണ് കാർഡിയാക് അറസ്റ്റ് ആണോ, കുഴഞ്ഞു വീണ് കിടക്കുന്നതാണോ, അങ്ങനെയുള്ള ടൈപ്പുകൾ എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. നമ്പർ ഓഫ് പീപ്പിൾ ഇൻജേർഡ് ആൻഡ് ദ സ്റ്റേജ് ഓഫ് ദ ഇൻജേർഡ് എന്ന് പറയുന്നത് എത്ര പേര്, ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ, കാർ ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് 4-5 പേരൊക്കെ ഉണ്ടാവും അല്ലെ, പരിക്ക് പറ്റിയവര്. എത്ര പേര് ഇൻജേർഡ് ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ഇപ്പോഴുള്ള ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനി നെക്സ്റ്റ് നോക്കിയേ, ദ കോളേഴ്സ് നെയിം ആൻഡ് കോണ്ടാക്ട് നെയിം ഫോർ ലൊക്കേഷൻ ഗൈഡൻസ് ഇഫ് നീഡഡ്. എന്താണ്? ഈ വിളിക്കുന്ന ആളുടെ, നമ്മളാണ് വിളിക്കുന്നതെങ്കിൽ നമ്മളുടെ നെയിം പറഞ്ഞു കൊടുക്കുക, അതുപോലെ നമ്മളുടെ ഫോൺ നമ്പറും അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോ ഇയാള് ആംബുലൻസ് ഡ്രൈവർ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്പോട്ടിലേക്ക് എത്താൻ പറ്റാതെ വിളിക്കുകയാണെങ്കിലൊക്കെ എന്താണ്, നമുക്ക് ആ സ്പോട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നെയിമും നമ്മുടെ കോണ്ടാക്ട് നമ്പറും അദ്ദേഹത്തിന് അങ്ങോട്ടിലേക്ക് വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ. ഫേസ് പറഞ്ഞു കൊടുക്കുക, ടൈപ്പ് ഓഫ് എന്താണ് എമർജൻസി എന്താണെന്നുള്ളത്, എത്ര പേർക്ക് ഇൻഷുറി ഉണ്ട്, അവരുടെ അവസ്ഥ എന്താണ്, അതുപോലെ എന്താണ് കോളേഴ്സ് നെയിമും കോണ്ടാക്ട് നമ്പറും കൊടുക്കുക. ക്ലിയർ ആയോ? എമർജൻസി ഹെൽപ്പ് സെന്റ് ത്രൂ ദിസ് പ്രോസസ് ഈസ് expected to reach the site of the emergency in the average of 18 minutes. Pre-hospital care will be given to patients who are transported to the nearest hospital. The service is generally free to patients. എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നമ്പർ, നെയിം, അതുപോലെ എന്താണ് എത്ര പേര് ഇൻജുർ ആയിട്ടുണ്ട്, അതുപോലെ എമർജൻസി ടൈപ്പ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് എത്താനായിട്ട് സാധിക്കും, ആ സ്പോട്ടിലോട്ട് എത്താനും. അതുപോലെ തന്നെ എന്താണ് 18 മിനിറ്റിനുള്ളില് ആ രോഗികളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അത് പെട്ടെന്ന് ആ സ്പോട്ടിലോട്ട് എത്തുകയും അതുപോലെ തന്നെ 18 മിനിറ്റിനുള്ളിൽ രോഗികളെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഈ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ രോഗികളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ പ്രീ ഹോസ്പിറ്റൽ കെയർ അല്ലെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തുള്ള പ്രീ ഹോസ്പിറ്റൽ കെയർ, ഫസ്റ്റ് എയ്ഡ് പോലുള്ള ആ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആംബുലൻസിനുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്ന രോഗികൾക്ക് അങ്ങനെയുള്ള പ്രീ ഹോസ്പിറ്റൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിട്ടായിരിക്കും അവര് രോഗികളെ കൊണ്ടുപോകുന്നത്. ഏറ്റവും അടുത്ത ഹോസ്പിറ്റലുകളിലോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള രോഗികൾക്ക് ഫ്രീ സർവീസ് ആണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത് ഫ്രീ സർവീസ് ആയിട്ടായിരിക്കും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? മനസ്സിലാവുന്ന രീതി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അത് ഡിഫിക്കൽറ്റി ഉണ്ടോ? ഇല്ല. ഇനി എന്താണ്? 108 is generally by the EMRI. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിക്കാം. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോ ഈ ആംബുലൻസ് സർവീസ് EMRIയുടെ കീഴിൽ വരുന്നതാണ്. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ വരുന്നതാണ് എമർജൻസി സർവീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? അക്രോസ് മോർ ദാൻ 10 സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഈ 108 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ ഇന്ത്യയില് 10 സ്റ്റേറ്റുകൾ കൂടുതൽ 10% അതിൽ കൂടുതലോ സ്റ്റേറ്റുകൾ യൂസ് ചെയ്യുന്ന നമ്പർ ആണ് 108 എന്ന് പറയുന്നത്. ആംബുലൻസ് സർവീസിന് വേണ്ടി എന്താണ് 10ൽ കൂടുതൽ സ്റ്റേറ്റുകൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് എന്ത് 108 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ വരുന്നതാണ് എമർജൻസി ആംബുലൻസ് സർവീസ്. ഈ ആംബുലൻസ് സർവീസിന്റെ 108 എന്ന് പറയുന്ന നമ്പർ ഇന്ത്യയിലെ 10ൽ കൂടുതൽ സ്റ്റേറ്റുകൾ
യൂസ് ചെയ്യുന്ന നമ്പറാണ് 108 എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? തൊണ്ടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരകരപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആണോ? ക്ലിയർ ആയില്ലെങ്കിൽ മിസ്സിനോട് പറയണം കേട്ടോ. ഇനി എന്താണ്? ഡ്യൂറിങ് ആൻ എമർജൻസി സിറ്റുവേഷൻ, knowing what to do might save someone's life. Here are few tips on what you should tell the emergency departure while calling for an ambulance. So, എന്താണ് ഒരു എമർജൻസി സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളുടെ മുമ്പ് ഒരു ആക്സിഡന്റ് കണ്ടു എന്ന് വിചാരിക്കാം. അപ്പോ ആ പേഴ്സണെ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ടിപ്സ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ടിപ്സ് എടുക്കും? എന്താ ചെയ്യാ? നിങ്ങള് ഒരു ആക്സിഡന്റ് നിങ്ങളുടെ മുമ്പിൽ കണ്ടു, ആക്സിഡന്റ് നടന്നു എന്ന് കണ്ടാല് നിങ്ങൾ എന്തൊക്കെയാണ് ടിപ്സ് എടുക്കുന്നത്? എന്തൊക്കെ ടിപ്സാ യൂസ് ചെയ്യുന്നത് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? എന്തൊക്കെ ചെയ്യും നിങ്ങൾ? എന്തൊക്കെ ചെയ്യാം? ആംബുലൻസിന് കോൾ ചെയ്യും, വാങ്ങിച്ചു കൊടുക്കും, 108 വിളിക്കും. പിന്നെ ശരിയാണ്, പറഞ്ഞോ, കറക്റ്റ് ആണ്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. ഓക്കെ, ഇതിലുള്ള കമന്റ് നോക്കാം നമുക്ക്. പോലീസിനെ വിളിക്കും, നെയിമൊക്കെ ചോദിക്കും. ഓക്കെ, വെരി ഗുഡ്. നോക്കിയേ, ഫസ്റ്റ് നോക്കാം. Be calm and tell the emergency operator the details of the type of emergency. നമ്മൾ എന്ത് ചെയ്യണം? കാം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂളായിട്ട് അല്ലെ, ശാന്തമായിട്ട് ഇരിക്കണം. നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് കണ്ടാല് നമ്മ പരിഭ്രമിച്ചെന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ? അയാളെയും കൂടി നമ്മൾ എന്ത് ചെയ്യും? പരിഭ്രമിച്ചിട്ട് രണ്ടുപേരും കൂടി ഒരു കാര്യവും നടക്കൂല അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാ? കാമായിട്ട് ശാന്തമായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കണം. നമ്മളപ്പോ ശാന്തമായിട്ട് കാമായിട്ട് ഇരിക്കണം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എമർജൻസി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? എമർജൻസി ഓപ്പറേറ്റർ ആരാ? എമർജൻസി ഓപ്പറേറ്റർ ആരെയും ഉദ്ദേശിക്കുന്നത്? വെരി ഗുഡ്, ആംബുലൻസ് ഡ്രൈവർ കേട്ടോ. ആംബുലൻസ് ഡ്രൈവറെയാണ് എമർജൻസി ഓപ്പറേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആംബുലൻസ് ഡ്രൈവറെ പറയുന്നതാണ് എമർജൻസി ഓപ്പറേറ്റർ. അപ്പോൾ എമർജൻസി ഓപ്പറേറ്ററെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? ഡീറ്റെയിൽസ് അല്ലെ എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇനി എന്താണ്? ഏതാണ് എമർജൻസി ടൈപ്പ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇനി എന്താ സെക്കൻഡ് നോക്കിയേ. You will be demanded to tell him or the address to where the ambulance should be reached. That includes postal code. അപ്പൊ എന്ത് ചെയ്യാം? എവിടെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള അഡ്രസ് അയാളുടെയോ അല്ലെങ്കിൽ പെണ്ണോ ആണോ ആവാം അല്ലെ, അവരുടെ എന്ത് ചെയ്യാം? അഡ്രസ് കൊടുക്കുക. പോസ്റ്റൽ കോഡ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ എന്താണ്? Your phone number may also be inquired for in case the operator wants to contact you for directions. എന്താ പറയുന്നത്? നിങ്ങൾ വിളിക്കുന്ന അല്ലെ, അപ്പൊ നമ്മളാണ് വിളിക്കുന്നതെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പർ ആംബുലൻസ് ഡ്രൈവർക്ക് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിലുള്ള കറക്റ്റ് ഡയറക്ഷനിൽ എത്തിച്ചേരാനായിട്ട്. ഓക്കെ, he or she will so need the patient age, sex and any medical history you might recollect. എന്ന് പറയുന്നത് എങ്ങനെയുള്ള പേഷ്യന്റ് ആണ്? ഇപ്പൊ കുട്ടിയാണെങ്കിൽ എങ്ങനെയാണ്? ഏജ് അല്ലെ, ഇപ്പൊ മിഡിൽ ഏജ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് എത്ര ഏജ് ഉണ്ടാവും, വയസ്സുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര ഏജ് വരെ പേഷ്യൻസിനുള്ള ഏജ് പറഞ്ഞു കൊടുക്കാം, സെക്സ് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ വീട്ടിലൊക്കെ കിടക്കുന്ന രോഗികളാണെങ്കിൽ, ഇപ്പൊ കുഴഞ്ഞ വീട്ടിലൊക്കെ കിടക്കുന്ന രോഗികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല അവര് കഴിക്കുന്ന മരുന്നുകള്, അവരുടെ പ്രോബ്ലംസ് എന്താണ് അല്ലെ.
അങ്ങനെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ ഹിസ്റ്ററിയും എന്ത് ചെയ്യണം, കളക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെന്താണ്, the operator will also need to know if the patient person is bleeding, if he or she is conscious, has chest pain and is breathing. ഇപ്പോ എന്താണ്, ബ്ലീഡിംഗ് ആയി കിടക്കുന്ന പേഷ്യന്റ്, അതുപോലെ എന്താണ് കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റ്, അതുപോലെ ചെസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടാകുന്ന പേഷ്യൻസ്, അതുപോലെ എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഓപ്പറേറ്ററോട്. അതുപോലെ you will also be demanded to make it clear the type of injury or emergency and what caused the incident. എന്താണ് ക്ലിയർ ആയിട്ട്, ഇപ്പം ആക്സിഡന്റ് ആയി കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആക്സിഡന്റ് ആണ്, എവിടെയൊക്കെ പൊട്ടലുണ്ട്, എവിടെയൊക്കെ ചതക്കുണ്ട്, അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളെ കൊണ്ടുവരാനും അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ. ഇപ്പൊ എല്ലൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അങ്ങനെ തട്ടാതെ മുട്ടാതെ നമ്മൾ അനക്കാതെ കൊണ്ടുപോകണം അല്ലെ പേഷ്യൻസ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇഞ്ചുറി ആണ്, അല്ലെങ്കിൽ എന്താണ് ബ്ലീഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? അത് മനസ്സിലായോ? നമ്മൾ എന്താ ആദ്യം പറഞ്ഞത്, അത് നമ്മൾ കാമായിട്ടിരിക്കുക, എമർജൻസി ഓപ്പറേറ്ററെ വിവരം അറിയിക്കണം, അവരുടെ അഡ്രസ് പോസ്റ്റൽ കോഡ് വരെ ഇൻക്ലൂഡഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്താണ് കറക്റ്റ് ഫോൺ നമ്പർ കൊടുക്കണം. നമ്മളാണ് ഇപ്പോൾ വീട്ടിൽ നമ്മള് ഫോൺ നമ്പർ കൊടുക്കുക, കറക്റ്റ് ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ആംബുലൻസ് ഡ്രൈവറുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്പർ വിളിച്ചു ചോദിച്ചാല് കറക്റ്റ് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പേഷ്യൻസിന്റെ ഏജ്, സെക്സ്, മെഡിക്കൽ ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെന്താണ് ബ്ലീഡിംഗ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ അൺകോൺഷ്യസ് ആണെങ്കിൽ, ചെസ്റ്റ് പെയിൻ വന്നിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ, പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് പൊസിഷൻ, എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കാം. ഏത് ടൈപ്പ് ഓഫ് ഇഞ്ചുറി ആണ് പറഞ്ഞു കൊടുക്കണം. 6 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ, പേജ് ഒന്ന് വായിച്ചു നോക്കിയേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്, സിമ്പിൾ ആണ്, കുഴപ്പമില്ല. വായിച്ചു നോക്കാൻ സമയം തന്നതാണ്. ആ പേജ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഇത്രയും എടുത്തതൊന്ന് വായിച്ചു നോക്കട്ടോ. വായിച്ചു കഴിഞ്ഞാൽ മിസ്സിനോട് പറയാം. വായിച്ചു കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. നെക്സ്റ്റ് പറയട്ടെ എന്നാ. നെക്സ്റ്റ് ആണ് നമ്മൾ പഠിച്ചു അല്ലെ, ഓരോ ടൈപ്പ് ഓഫ് ആംബുലൻസ്, അതുപോലെ എന്താണ് എക്യുപ്മെന്റ്സുകൾ പഠിച്ചു. അതുപോലെ ഇനി പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ ആംബുലൻസിലെ, എന്താണ് ക്രൂവിങ് അല്ലെ.
ഓരോ സ്റ്റാഫുകൾ ആംബുലൻസിൽ എന്താണ് ആംബുലൻസ് ഡ്രൈവറും മറ്റ് സ്റ്റാഫുകളും എല്ലാം ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള സ്റ്റാഫ് അസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ പാരാമെഡിക്സ്, അതുപോലെ എന്താണ് രജിസ്റ്റേർഡ് നേഴ്സ്, അങ്ങനെയുള്ള പല സ്റ്റാഫുകളും ആംബുലൻസിലുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. There are different levels of qualification that the ambulance crew may hold or from holding the formal qualification to have a fully qualified doctor on board. എന്താ പറയുന്നത്, ഇപ്പോ ആംബുലൻസിലുള്ള പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിനായാലും എന്താണ് സെയിം ക്വാളിഫിക്കേഷൻ ആണോ ഉള്ളത്? ഡോക്ടേഴ്സ് ഉണ്ടാവും, നേഴ്സുമാരുണ്ടാവും, പാരാമെഡിക്സ് ഉണ്ടാവും, അതുപോലെ പല നേഴ്സുമാരുണ്ടാവും, അസിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ. അവർക്ക് എല്ലാവർക്കും എന്താണ് സെയിം ക്വാളിഫിക്കേഷൻ ആയിരിക്കുമോ? ഇല്ല. കാരണം എന്താണ്, നല്ല രീതിയിലുള്ള ചിലപ്പോൾ എന്താണ് ചിലവർക്ക് ചില സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ചില അസിസ്റ്റൻസിനൊക്കെ എന്താണ് കൂടുതൽ സ്കില്ല് അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്ന അസിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഡ്രൈവേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല അവർക്കുള്ളത്, നഴ്സുമാർക്ക് വ്യത്യാസം ഉണ്ടാവും, ഡോക്ടേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള പല ക്വാളിഫിക്കേഷനും ഉള്ള ആളുകളാണ് ആംബുലൻസ് ക്രൂവിൽ വർക്ക് ചെയ്യുന്നത്. മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർ അറ്റ് ലീസ്റ്റ് 2 crew members to be on every ambulance. അപ്പോ എന്താ പറയുന്നത്, ആംബുലൻസ് സർവീസിൽ അറ്റ്ലീസ്റ്റ് 2 members എങ്കിലും എവിടെ ഉണ്ടാവും? ആംബുലൻസ് സർവീസിൽ ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവും അല്ലെ. ഫസ്റ്റ് വൺ ആരാണ്? 1 to drive. ആരായിരിക്കാം ഫസ്റ്റ് വൺ? ആംബുലൻസ് സർവീസിൽ അറ്റ്ലീസ്റ്റ് 2 members എങ്കിലും ആ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രൈവർ ആണ്. 1 to drive, ഡ്രൈവർ ഉണ്ടാകും. അതുപോലെ എന്താണ് സെക്കൻഡ് എന്താണ്? 1 to attend to the patient. ആരായിരിക്കും അത്? attend to the patient. ആരായിരിക്കാം? ആരായിരിക്കും? അറ്റൻഡേഴ്സ് അല്ലെ, രോഗിയെ നോക്കുന്ന അല്ലെ, രോഗിക്ക് വേണ്ട പ്രാഥമിക ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡർമാരുണ്ടാകും. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 crew members എങ്കിലും ആംബുലൻസ് സർവീസ് ഉണ്ടായിരിക്കണം. ആരൊക്കെയാണ്? ഡ്രൈവേഴ്സ്, അതുപോലെ എന്താണ് അറ്റൻഡ് ടു ദ പേഷ്യന്റ്, അറ്റൻഡേഴ്സും അല്ലെ അവരെ നോക്കുന്ന കെയർ ചെയ്യുന്ന ആളുകള് സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം. ഇനി എന്താണ് കോമൺ ആംബുലൻസ് ക്രൂ ക്വാളിഫിക്കേഷൻസ്? നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് റെസ്പോണ്ടർ. ആരാ ഫസ്റ്റ് റെസ്പോണ്ടർ? ആരാ ഫസ്റ്റ് റെസ്പോണ്ടർ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പോലീസ്. പിന്നെ പോലീസ് മാത്രമായിരിക്കും. ആദ്യം ആരാണോ ആ സീൻ കാണുന്നത് അല്ലെങ്കിൽ ആക്സിഡന്റ് കണ്ട ആള് ആരാണോ അവരാവാം ആര് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. പോലീസ് ആവാം, ചിലപ്പോ എന്താണ് ചിലപ്പോ വഴിയിൽ പോയി പോണ ആളാവാം, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ തീപിടുത്തമൊക്കെ നടക്കുമ്പോ എന്താണ് ഫയർ എൻജിൻ അങ്ങനെയുള്ള സ്റ്റാഫുകൾ വരൂലേ, ചിലപ്പോ അവരാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പല രീതിയിലുള്ള ആൾക്കാരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, the person who reaches first at the scene of an incident and whose job is to give early critical care such as cardiopulmonary resuscitation, CPR. Important ആട്ടോ, അതിൽ വരച്ചു വെക്കണം. Cardiopulmonary resuscitation, CPR, or applying an automated external defibrillator, AED, automated external defibrillator, AED. Important ആണ്, പടിയിൽ വരച്ചു വെക്കാം. First responders may be sent by the ambulance service, may be passes by, or may be dispatched to the scene from other agencies such as the police or fire department. എന്ന് പറയുന്നത് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നതാണ്
ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ദി ഇൻസിഡന്റ് അല്ലെ. ഫസ്റ്റ് ഒരു ഇൻസിഡന്റ് ആദ്യം ആരാണോ കാണുന്നത് അദ്ദേഹത്തെ പറയുന്നതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ടു ഗിവ് ഏർലി ക്രിട്ടിക്കൽ കെയർ അല്ലെ. ഏർലി ക്രിട്ടിക്കൽ കെയർ ആണ്. ഇപ്പൊ CPR അല്ലെ, കുഴഞ്ഞു വീണ ഒരാളൊക്കെയാണ് എന്താണ് CPR കൊടുക്കാം. അതുപോലെ എന്താണ് ഇപ്പൊ ഹാർട്ട് ഡീഫൈബ്രിലേറ്റർ എന്താണ് ഹാർട്ട് ഒക്കെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് റീസ്യൂം ചെയ്യാനായിട്ട് അല്ലെ, റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മിഷ്യനാണ്. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ആരുടേത്? ഫസ്റ്റ് റെസ്പോണ്ടറുടേത്. ഇനി ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാകാം? ചിലപ്പോ ആംബുലൻസിൽ കൊണ്ടുവരാം അല്ലെ, ചിലപ്പോ എന്താണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള സ്റ്റാഫിനെ കൊണ്ടുവരാം. ഇപ്പോ എന്താണ് ഹാർട്ട് നിന്ന് പോണ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ആ മിഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്കില്ലുള്ള സ്റ്റാഫിനെ കൊണ്ടുവരാം ആംബുലൻസിലൂടെ. അതുപോലെ എന്താണ് പാസ് ചെയ്ത് പോണ വ്യക്തികളാവാം. ചിലപ്പോ എന്താണ് കുഴഞ്ഞു വീണൊക്കെ ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അരികത്ത് കൂടെയൊക്കെ ആള് പോകണമെങ്കിൽ എന്താണ് അയാൾക്ക് CPR കൊടുക്കാം. അതുപോലെ എന്താണ് മറ്റേതെങ്കിലും ഏജൻസിയിലുള്ള ആളുകളായിരിക്കാം അല്ലെ, പോലീസ് ഉണ്ടാവാം. അതുപോലെ എന്താണ് ഫയർ ഡിപ്പാർട്ട്മെന്റിൽ വ്യക്തികളായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെ ആവാം? ആംബുലൻസിൽ കൊണ്ടുവരാൻ നമുക്ക്. അതുപോലെ എന്താണ് പാസ് ചെയ്ത് പോകുന്ന ആൾക്കാർ. അതുപോലെ എന്താണ് അതർ ഏജൻസിയിലുള്ള ആൾക്കാർ അല്ലെ, പോലീസ് ആവാം അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിലുള്ള വ്യക്തികളാവാം. ക്ലിയർ ആയോ? അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ടു ഗിവ് ഏർലി ക്രിട്ടിക്കൽ കെയർ. CPR, കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ. അതുപോലെ എന്താണ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. അത് സെയിം തന്നെയാണ് കേട്ടോ. ഡീഫൈബ്രിലേറ്റർ പോലെ തന്നെയുള്ള സെയിം തന്നെയാണ്. അതൊന്ന് വിപുലീകരിച്ചു കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അത്. AED. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് എന്താണ്? ആംബുലൻസ് ഡ്രൈവർ അല്ലെ. ആരായിരിക്കും ആംബുലൻസ് ഡ്രൈവർ? ആംബുലൻസ് ഓടിക്കുന്ന ആളുകളെ പറയുന്നതാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ്. അവരുടെ ഡ്യൂട്ടി എന്തായിരിക്കാം? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഡ്യൂട്ടി എന്താവാം? ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആളുകളെ, ആംബുലൻസ് ഓടിക്കുക. ഓക്കെ, നോക്കാട്ടോ. ഡ്രൈവിംഗ്. ഓക്കെ. Some service employees start without any qualification or just basic first training, whose work is to simply drive the vehicle. അവരുടെ ഡ്യൂട്ടി എന്താണ്? നല്ല രീതിയിൽ വൃത്തിയായിട്ട് ആംബുലൻസ് ഓടിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആംബുലൻസ് ഡ്രൈവറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആംബുലൻസ് ഡ്രൈവേഴ്സ് may also have training in using the radio. നമ്മൾ പഠിച്ചിട്ടില്ലേ റേഡിയോ? ടു വേ റേഡിയോ പഠിച്ചിട്ടുണ്ടാ? ടു വേ റേഡിയോ ഓർമ്മയുണ്ടത്? മറന്നുപോയാ പഠിച്ചത്? ഞാൻ പറഞ്ഞില്ലേ വായിച്ചു നോക്കണം എന്നുള്ളത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെ, ഹോസ്പിറ്റലുകാരും അവിടുത്തെ സ്റ്റാഫുകളും ആംബുലൻസ് ഡ്രൈവറും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ടു വേ റേഡിയോ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ എന്താണ് RDS അല്ലെ, റേഡിയോ ഡാറ്റ സിസ്റ്റം പഠിച്ചിട്ടില്ല നമ്മള്? റേഡിയോ പോലുള്ള എക്യുപ്മെന്റ് ഓർമ്മയുണ്ട് അതൊക്കെ? അങ്ങനെയുള്ള എന്താണ് എക്യുപ്മെന്റ്സിലേക്ക് ടെക്നിക്ക് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആംബുലൻസ് ഡ്രൈവർ അറിഞ്ഞിരിക്കണം. ഇനി എന്താണ്? ആൻഡ് നോയിങ് വേർ മെഡിക്കൽ സപ്ലൈസ് ആർ സ്റ്റോർഡ് ഇൻ ദ ആംബുലൻസ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ചിലപ്പോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സാധനങ്ങൾ, അതുപോലെ എന്താണ് ഓക്സിജൻ സിലിണ്ടേഴ്സ്, ഓക്സിജൻ മാസ്കുകള്, BP അപ്പാരറ്റസ് ഒക്കെ എവിടെ ഉണ്ടാവും? ആംബുലൻസിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് എവിടെയാണ് ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, എവിടെയാണ് എന്നുള്ളത് ആരറിഞ്ഞിരിക്കണം? ആംബുലൻസ് ഡ്രൈവർ അറിഞ്ഞിരിക്കണം. അപ്പൊ ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? പറഞ്ഞു തരാം കേട്ടോ. ആംബുലൻസ് ഡ്രൈവറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വൃത്തിയായിട്ട് ഈ വാഹനം ഓടിക്കുക എന്നുള്ള മെയിൻ ഡ്യൂട്ടിയാണ്
ഈ ആംബുലൻസ് ഡ്രൈവറിനുള്ളത്. പിന്നെന്താ പറയുന്നത്, പിന്നെ 2 കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? റേഡിയോ, 2-way റേഡിയോ, അതുപോലെ RDS, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് RDS, റേഡിയോ ഡാറ്റാ സിസ്റ്റം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞത്, ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്താണ് ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഈ വാഹനത്തിന്റെ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇദ്ദേഹം അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഓക്കെ ആണോ? ഫസ്റ്റ് റെസ്പോണ്ടറും ആംബുലൻസ് ഡ്രൈവറും ഒന്ന് വായിച്ചു നോക്കിയേ. ഈ 2 പേരെയും കുറിച്ച് ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് ഇത്, തേർഡ് വൺ ആണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി എന്തായിരിക്കാം? നോൺ എമർജൻസി എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് നല്ല ഡ്യൂട്ടി ഉണ്ടാവും അവർക്ക്. എന്തായിരിക്കും അവരുടെ ഡ്യൂട്ടി? നോൺ എമർജൻസി പേഷ്യൻസിനെ ക്യാരി ഔട്ട് ചെയ്യുന്നത് അല്ലെ, ക്യാരി ചെയ്ത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്യൂട്ടി ആയിരിക്കാം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഏത് ടൈപ്പാ പഠിച്ചിരിക്കുന്നത്? ഏത് ടൈപ്പ് ആംബുലൻസാ ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത്? പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്യൂട്ടി മാത്രമുള്ളത്. ഓർമ്മയില്ല? പേഷ്യന്റ് ട്രാൻസ്ഫർ അല്ലെ. ഏത് ടൈപ്പാണ്? ടൈപ്പ് ബി ആംബുലൻസ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ സെയിം തന്നെയാണ് ഇപ്പൊ ഇവിടെ വരുന്നത്. നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ഔട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നോൺ എമർജൻസി അറ്റൻഡൻസിന് ഉള്ളത്. ഓക്കെ, ദിസ് റോൾ ഹാസ് ഡിഫറെന്റ് ലെവൽസ് of training across the world, but these staff are commonly only needed to carry out patient transfer duties. അതിലൊന്ന് വരച്ചു നോക്കാം. Patient transfer duty, which can include structure or wheelchair cases. അല്ലെ, വീൽചെയറിൽ ഇരിക്കുന്ന രോഗികൾ, അതുപോലെ സ്ട്രക്ചറിൽ കിടക്കുന്ന രോഗികളൊക്കെ ആണെങ്കിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ആ ഡ്യൂട്ടിയാണ് ഇത് ചെയ്യുന്നത്. rather than the care. Depending on the provider, they may be instructed the first aid or extended skills such as use of AED, oxygen therapy, and other life-saving or palliative skills. They may give emergency cover when other units are not obtainable, or when accompanied by a fully qualified technicians or paramedics. അപ്പോൾ 2 കാര്യം ഇവർക്ക് ചെയ്യാനുണ്ട്.
ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് മെയിൻ ആയിട്ട് ഇവർക്കുള്ളത്. ഇനി എന്താണ്, രണ്ട് കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവേ, അല്ലെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത്, ആക്സിഡന്റ് നടക്കുന്ന പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ഒബ്റ്റൈനബിൾ കണ്ടില്ലേ. അവിടെ എന്താണ്, ആരും ഇല്ലാത്ത അല്ലെ, ഇവിടെ വേറെ സ്റ്റാഫുകൾ ഇല്ലാത്ത സന്ദർഭത്തിൽ, ആരും അവൈലബിൾ അല്ലാത്ത സന്ദർഭത്തില് ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരുന്നുണ്ട്. ക്ലിയറായോ പറഞ്ഞത്? അപ്പോ ആക്സിഡന്റ് ആയ പേഷ്യൻസിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, നമ്മള് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവുകയും ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരെ ആക്സിഡന്റ് നടക്കുന്ന പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ ആരും അവിടെ അത് ചെയ്യാനായിട്ട് ആരുമില്ല, അങ്ങനെയുള്ള സ്റ്റാഫുകളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ എന്ത് ചെയ്തിട്ട് ഇവരുടെ ഡ്യൂട്ടിയാണ് ഈ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഓക്സിജൻ മാസ്കുകൾ വെച്ച് കൊടുക്കുന്ന ഡ്യൂട്ടി ആരുടേതാണ്, നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ് പറയുന്നത്, when accompanied by a fully qualified technicians or paramedics അല്ലെ. പാരാമെഡിക്സ് ഉണ്ടാവും, ചിലപ്പോൾ എന്താണ് ടെക്നീഷ്യൻസ് ഉണ്ടാവും അതിന്റെ കൂടെ ആംബുലൻസിലെ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. അപ്പോ ഈ പാരാമെഡിക്സ് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഓർഡർ അനുസരിച്ച് ഈ രോഗിക്ക് ഇന്നത് കൊടുക്കും, അവര് പറയുന്ന പാരാമെഡിക്സ് നിർദ്ദേശിച്ച പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ മാസ്ക് കൊടുക്കുന്നുണ്ട്, ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത് കൊടുക്കൂ എന്ന് ഇവരുടെ നിർദ്ദേശപ്രകാരം പറയുമ്പോൾ ഇത് ചെയ്തു കൊടുക്കും. അതും എന്താണ്, നെക്സ്റ്റ് ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. നോൺ എമർജൻസി അറ്റൻഡന്റിന് രണ്ട് ഡ്യൂട്ടീസ് ആണ് മെയിൻ ആയിട്ട്. എന്താ പറയുന്നത്, പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്യൂട്ടി. ഇനി അല്ലാത്തുള്ള സന്ദർഭത്തില് ഇപ്പോ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ രോഗികളെ നോക്കാനായിട്ട് വേറെ സ്റ്റാഫുകളൊന്നുമില്ല, പാരാമെഡിക്സ് ഒന്നും ഇല്ലാത്ത സന്ദർഭത്തില് ഇവർക്ക് ഫസ്റ്റ് എയ്ഡുകൾ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉള്ള പേഷ്യൻസിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഇവർക്കാണ് ഡ്യൂട്ടി വരുന്നത്. അതുപോലെ തന്നെ പാരാമെഡിക്സ് ഇപ്പോൾ ആംബുലൻസ് എടുത്ത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പാരാമെഡിക്സ് സ്റ്റാഫ് പറയും ഇന്നത് ചെയ്തു കൊടുക്കൂ, അങ്ങനെയുള്ള ഓർഡർ ഇവരുടെ കയ്യിൽ നിന്ന് ഓർഡർ സ്വീകരിച്ചിട്ട് ആ കാര്യം ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടി മാറ്റാണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. ക്ലിയർ ആയോ, മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞത് എന്താണ്, നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞത് എന്താണ്, അവരുടെ ഡ്യൂട്ടി എന്താണ്, മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടി അല്ലെ. വണ്ടിയിൽ വരച്ചു വെക്കാം കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി കൂടാതെ എക്സ്ട്രാ രണ്ട് ഡ്യൂട്ടി കൂടി ഇവർക്ക് വരുന്നുണ്ട്. പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കണ്ടീഷൻ മോശമാകുന്ന അവസ്ഥയൊക്കെ അവർക്ക് മെഡിസിൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഓക്സിജൻ മാസ്കുകൾ വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്, നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ്, നോട്ട് ഒബ്റ്റൈനബിൾ എന്ന് പറഞ്ഞിട്ട് അല്ലെ, ആരും ഇല്ലാത്ത ആ കാര്യം ചെയ്തു കൊടുക്കാൻ വേറെ സ്റ്റാഫുകളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇവരിത് ചെയ്തു കൊടുക്കേണ്ടത്. ഇനി വേറൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, when accompanied by a fully qualified ടെക്നീഷ്യൻസ് ഓർ പാരാമെഡിക്സ്. പാരാമെഡിക്സും ടെക്നീഷ്യൻസും ഉണ്ടാകും. ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് പാരാമെഡിക്സും ടെക്നീഷ്യൻസും ഉണ്ടാകും. അതിന്റെ കൂടെ ഈ എമർജൻസി അറ്റൻഡേഴ്സ് ഉണ്ടാവും. അപ്പോ ഇവരോട് ഈ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ പറയും ഇന്നത് ചെയ്തു കൊടുക്കൂ. അപ്പൊ അവരുടെ ഓർഡർ, ഈ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ഇവര് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അവര് ഇടുന്ന ഓർഡർ അനുസരിച്ചും അവര് ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. മനസ്സിലായോ അത്? ക്ലിയർ ആയി? ഇനി നെക്സ്റ്റ് നോക്കിയേ, എമർജൻസി കെയർ അസിസ്റ്റന്റ്.
Frontline ambulance drivers who arrive at occurrence in both emergency and non-emergency situation. Their job is to help the technician or paramedics. They are working to carry out their duties, such as making up medications, setting up fluids, or doing simple observation. ഇവിടെ പറയുന്നത് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി ആയിട്ട് വരുന്ന സന്ദർഭവും അതുപോലെ തന്നെ എമർജൻസി അല്ലാത്ത സിറ്റുവേഷനിലും ഇവരെന്ത് ചെയ്യണം? ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ കൂടെ ഇവരും വരണം. ഓക്കെ, ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഹെൽപ്സ് ടു ദ ടെക്നീഷ്യൻസ് ഓർ പാരാമെഡിക്സ്. പാരാമെഡിക്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും ജോലിയിൽ അവരെ സഹായിക്കുന്നതാണ് ഈ എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ടെക്നീഷ്യൻസിനെയും പാരാമെഡിക്സിനെയും അവരുടെ ആ ജോബില് ഇവരെ സഹായിക്കുക എന്ന ഡ്യൂട്ടിയാണ് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റേത്. ഇനി എങ്ങനെയുള്ള ജോബാ ചെയ്യേണ്ടത്? എങ്ങനെയുള്ള ഡ്യൂട്ടീസ് ആണ്? Their duties such as making up medications. രോഗികൾക്ക് എന്താണ് മെഡിസിൻസ് കൊടുക്കേണ്ടി വരുമ്പോ, അതുപോലെ തന്നെ എന്താണ് സിറ്റിംഗ് ഓഫ് ഫ്ലൂയിഡ്സ് അല്ലെ. ഇപ്പൊ ട്രിപ്പുകളൊക്കെ ഇടുമല്ലോ, ഷിപ്പ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ട്രിപ്പ് ഇടുന്ന സാഹചര്യമൊക്കെ വരാറുണ്ടോ? അപ്പോ ട്രിപ്പ് ഇടുമ്പോ ആ കാര്യങ്ങളൊക്കെ എന്താണ് പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെയുള്ള ഈ ക്യാനുള്ള അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? സജ്ജീകരിച്ചു കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? ടെക്നീഷ്യൻസിനെയും പാരാമെഡിക്സിന്റെ വർക്കിൽ ടെക്നീഷ്യൻസിന്റെയും പാരാമെഡിക്സിന്റെയും വർക്കിൽ അവരെ സഹായിക്കണം. എങ്ങനെയൊക്കെ സഹായിക്കാം? മെഡിക്കേഷൻസ് അല്ലെ, മരുന്നുകൾ കൊടുക്കാം, രോഗികൾക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ട്രിപ്പിടുന്ന സാഹചര്യമൊക്കെ വരുമ്പോൾ ആ എക്യുപ്മെന്റ്സുകള് സജ്ജീകരിച്ച് കൊടുക്കുന്നത് ആരുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്? എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ്? ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻസ്. സിമ്പിൾ ആയിട്ട് രോഗികളെ ഒബ്സർവ് ചെയ്യുന്നതുമായ എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ അത്? വായിച്ചു നോക്കിയ രണ്ടും വായിച്ചു നോക്കുക. നിങ്ങൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇരുന്നാ മതി. വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ വെള്ളം കുടിക്കേ ചെയ്തിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ.
വർഷായോ? ഉറക്കമൊക്കെ മാറിയാ? നെക്സ്റ്റ് ഫിഫ്ത്ത് നോക്കിയേ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, EMT. എക്സ്പാൻഡ് EMT എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. Technicians are generally able to do a wide range of emergency care skills such as defibrillation, spinal immobilization, bleeding control, splitting of suspected fractures, help the patient with some medications and oxygen therapy. Certain countries split this term into levels. എന്താ പറയുന്നത്? ഇവിടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താണ് എമർജൻസി കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്താണ് എമർജൻസി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും സ്കില്ലുകളും ഉള്ള ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് അവർ കെയർ കൊടുക്കുന്നത്? എമർജൻസി കെയർ ആണല്ലോ ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഡീഫൈബ്രിലേഷൻ. എന്താണ് ഡീഫൈബ്രിലേഷൻ? എന്താണ് ഡീഫൈബ്രിലേഷൻ? എന്താ? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങള്. അതുപോലെ എന്താണ് സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ. ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിശ്ചലമാക്കുക. ഇമ്മൊബിലൈസേഷൻ മീൻസ് നിശ്ചലമാക്കുക. അപ്പൊ സ്പൈനലില് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകുമ്പോ എന്താണ് അത് നമ്മള് അനക്കാതെയൊക്കെ കൊണ്ടുപോകേണ്ടി വരും അല്ലെ, അനക്കാതെയൊക്കെ കൊണ്ടുപോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ചവരാണ്. അതുപോലെ എന്താണ് ബ്ലീഡിങ് കൺട്രോൾസ് അല്ലെ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതുപോലെ എന്താണ് സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്. സ്പ്ലിറ്റിംഗ് എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട് കൊടുക്കുക. സപ്പോർട്ട് കൊടുക്കുക. സ്പ്ലിറ്റിംഗ് മീൻസ് സപ്പോർട്ട് നൽകുക. സസ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംശയാസ്പദമായ കിട്ടിയോ? എല്ലാവർക്കും എഴുതിയോ? സ്പ്ലിറ്റിംഗ് മീൻസ് സപ്പോർട്ട് നൽകുക, സസ്പെക്റ്റഡ് മീൻസ് സംശയാസ്പദമായ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ നമുക്ക് എന്താണ് ചിലപ്പോ നമുക്ക് സംശയം വരാം, നമ്മുടെ കാല് അല്ലെങ്കിൽ എന്താണ് എല്ല് ഫ്രാക്ചർ ഉണ്ടോ അല്ലെങ്കിൽ കാലൊടിവുണ്ടോ എന്നൊക്കെ സംശയാസ്പദമായിട്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? നല്ല രീതിയിൽ അത് അനക്കാതെയൊക്കെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം അല്ലെ. കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നണേ ചിലപ്പോ നമുക്ക് എല്ലിന് ഫ്രാക്ചർ ഉണ്ട് അല്ലെങ്കിൽ നീരുണ്ട്, നീര് കാണുമ്പോൾ തോന്നണേന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം നീര് വന്നത്. സംശയാസ്പദമായിട്ട് ഇങ്ങനെ തോന്നണേണ്. അതാണ് സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അവരെ എന്ത് ചെയ്യണം? അനക്കാതെ മുട്ടാതെ ഒക്കെ കൊണ്ടുപോകണം. അങ്ങനെയുള്ള ട്രെയിനിങ് കൂടുതലായിട്ട് ലഭിച്ചവരാണ് ആര്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഹെൽപ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻസ് ആൻഡ് ഓക്സിജൻ തെറാപ്പി. ഇനി എന്താണ് പേഷ്യൻസിന് എന്തെങ്കിലും മെഡിക്കേഷൻസ് അല്ലെ, മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ എന്താണ് ഓക്സിജൻ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഓക്സിജൻ സിലിണ്ടേഴ്സ് അതുപോലെ ഓക്സിജൻ മാസ്കുകൾ തെറാപ്പികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഇനി എന്താണ് പറയുന്നത്? certain countries split this term into levels such as in the US further EMT basic and EMI എന്നാണ് കേട്ടോ. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, EMT ആക്കണം കേട്ടോ. EMT ഇന്റർമീഡിയറ്റ്. അപ്പൊ US-ല് ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്.
EMT ബേസിക് എന്നും EMT ഇന്റർമീഡിയറ്റ് എന്നും. EMT ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ബേസിക് കെയർ കൊടുക്കുന്ന സ്റ്റാഫിനെയാണ് EMT ബേസിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? EMT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ബേസിക് ആയിട്ടുള്ള ആ കെയർ കൊടുക്കുന്ന സ്റ്റാഫുകളെയാണ് EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ബേസിക് എന്ന് പറയുന്നത്. ഇനി എന്താണ് EMT ഇന്റർമീഡിയറ്റ് അല്ലെ? ഈ EMT ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക് കെയർ കൊടുക്കുന്ന സ്റ്റാഫിനെക്കാട്ടിലും കൂടുതൽ ക്വാളിഫിക്കേഷൻ അതുപോലെയുള്ള നല്ല രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ച സ്റ്റാഫുകളാണ് ആര്? EMT ഇന്റർമീഡിയറ്റ്. മനസ്സിലായോ? ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കെയർ കൊടുക്കുന്ന സ്റ്റാഫുകള്. അതുപോലെ എന്താണ് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് സ്റ്റാഫുകളെക്കാട്ടിയും കൂടുതൽ ട്രെയിനിങ് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് ആര്? EMT ഇന്റർമീഡിയറ്റ്. മനസ്സിലായോ അത്? ഇനി എന്താണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിൽ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മള് നല്ല രീതിയിലുള്ള എമർജൻസി കെയർ കൊടുക്കുന്ന ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ എമർജൻസി സ്കില്ലുള്ള ടെക്നീഷ്യൻസിനെയാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സ്കില്ലുള്ളത്? ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെന്താണ് സ്പൈനൽ ഇമ്മൊബിലൈസേഷൻസ് അല്ലെ? സ്പൈനലിലെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യണം? അനക്കാതെയായിട്ട് കൊണ്ടുപോകണം നമ്മൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ എടുക്കുക. എന്താണ് സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്, സംശയാസ്പദമായിട്ട് നമുക്ക് എന്തെങ്കിലും കൈക്കോ കാലിനോ എന്തെങ്കിലും ഫ്രാക്ചർ ഒക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള പ്രത്യേക രീതിയിലുള്ള സ്കില്ലുള്ള ആളുകളാണ് ആര്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെയാണോ? മനസ്സിലായോ അത്? ഇനി എന്താണ് രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെ? RN പഠിച്ചിട്ടുണ്ടോ? RN രജിസ്റ്റേർഡ് നേഴ്സ് എന്താ? RN എന്താ? ഓർമ്മയുണ്ടോ? നഴ്സുമാരെ കാട്ടിലും അല്ലെ? നഴ്സുമാരെ ഓൾറെഡി ഉള്ള സാധാരണയായിട്ടുള്ള നഴ്സുമാരെ കാട്ടിലും ഈ ഹൈ പൊസിഷനിലുള്ള നേഴ്സാണ് ആര്? രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെ? അറിയോ അത്? ഓക്കെ ഓക്കെ. Registered nurse in certain systems, the nurses are the principal providers of advanced level care on ambulance, usually in the place of paramedics. Nurses may also work on ambulance for critical care transport. അപ്പോൾ സാധാരണയായിട്ടുള്ള ആംബുലൻസിൽ രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാവോ? ഇല്ലയോ? നോ. പിന്നെ ഏത് ആംബുലൻസിലായിരിക്കും ഉണ്ടാകുന്നത്? രജിസ്റ്റേർഡ് നേഴ്സ് കേട്ടോ. രജിസ്റ്റേർഡ് നേഴ്സ് RN മീൻസ് രജിസ്റ്റേർഡ് നേഴ്സ്. അഡ്വാൻസ് ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസിലാണ് ആരുള്ളത്? രജിസ്റ്റേർഡ് നേഴ്സ് ഉള്ളത്. ഇനി അഡ്വാൻസ് ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസ് ഏതാണ്? ഏത് ടൈപ്പ് ആംബുലൻസ് ആണ്? കാർഡിയാക് അറസ്റ്റ് അല്ലെ? ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ട രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ആണ്. ഏത് ടൈപ്പാണ്? ടൈപ്പ് ABCD. ഏതാ വരാ? ടൈപ്പ് D കേട്ടോ. അതൊന്നും മറക്കരുത് കേട്ടോ. ടൈപ്പ് D ആംബുലൻസ് എന്താണ്? അഡ്വാൻസ് ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസ് ആണ്. അപ്പൊ അതിലെന്താണ്? ഏത് പേഷ്യൻസിനെയാണ്? അഡ്വാൻസ് ലെവൽ കെയർ കൊടുക്കുന്ന പേഷ്യൻസിനെയാണ് കൊണ്ടുപോകുന്നത്. ഹൃദയാഘാതമായിട്ട് അല്ലെങ്കിൽ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട രോഗികളെ, അതിന് ഹൃദയവുമായിട്ട് രോഗമുള്ള ബന്ധപ്പെട്ട രോഗികളെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. അറ്റാക്ക്. ഓക്കെ.
അഡ്വാൻസ് ലെവൽ കെയർ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ മാത്രം ആ ആംബുലൻസിൽ മാത്രമായിരിക്കും ആരുണ്ടാകുന്നത്, രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാകുന്നത്. സാധാരണയായിട്ടുള്ള ആംബുലൻസുകളിലൊന്നും രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാവില്ല. അഡ്വാൻസ് ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസിൽ മാത്രമായിരിക്കും ആരുണ്ടാകുന്നത്, രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? ഇനി പാരാമെഡിക്സ് എന്താണെന്ന് നോക്കാം. അങ്ങനെ പാരാമെഡിക്സ് ഡോക്ടർ ഓർ നേഴ്സ് ആണോ? ഡോക്ടർ ആണോ നേഴ്സ് ആണോ പാരാമെഡിക്സ്? നേഴ്സ്. ഓക്കെ, നേഴ്സുമാരെ അപ്പൊ പാരാമെഡിക്സ് എന്നാ പറയാ? സ്റ്റാഫ്. ഓക്കെ, നോക്കാം നമുക്ക്. This is a high level of medical training and often comprised of key skills not allowable for technicians, which such as cannulation and with which the ability to administer a range of drugs such as morphine. Morphine എന്താ? മോർഫിൻ എന്താണെന്നറിയോ? എന്താ മോർഫിൻ? എന്താ മോർഫിൻ? പെയിൻ റിലീഫ് ആയിട്ടുള്ള പെയിൻ. അറിയാത്തവരൊന്ന് എഴുതി വെച്ചോട്ടോ. പെയിൻ റിലീഫ് ഡ്രഗ്സ് കേട്ടോ, വേദന സംഹാരി. മോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദന സംഹാരി. മോർഫിൻ പെയിൻ റിലീഫ് ഡ്രഗ് കേട്ടോ. Tracheal intubation and other skills such as executing a cricothyrotomy. ഇവിടെ എന്താണ് ഈ പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഹൈ ലെവൽ ട്രെയിനിങ്, മെഡിക്കൽ ട്രെയിനിങ് ലഭിച്ചവരായിരിക്കും ആര്? പാരാമെഡിക്സ് എന്ന് പറയുന്നത്. പാരാമെഡിക് സ്റ്റാഫുകൾക്ക് എന്ത് ട്രെയിനിങ് ആണ്? ഹൈ ലെവലിലുള്ള മെഡിക്കൽ ട്രെയിനിങ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഹൈ ലെവൽ മെഡിക്കൽ ട്രെയിനിങ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഡോക്ടറോ നേഴ്സോ അല്ല, ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ നഴ്സിന്റെയോ, ഡോക്ടർ ആൻഡ് നഴ്സിന്റെ കീഴിൽ വരുന്നവരാണ് ആര്? പാരാമെഡിക്സ്. ക്ലിയർ ആയോ? ഡോക്ടറോ നേഴ്സോ അല്ല, ഡോക്ടറിന്റെയോ നഴ്സിന്റെയോ കീഴിൽ വരുന്നവരാണ് പാരാമെഡിക്സ്. ഇതൊക്കെ എന്ത് ലെവൽ ട്രെയിനിങ് ആണ്? ഹൈ ലെവൽ മെഡിക്കൽ ട്രെയിനിങ് ആണ് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? ടെക്നീഷ്യൻസിന് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ സ്കില്ലുള്ളവരാണ് ആര്? പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ആരാണ് പറയുന്നത്? എന്താ പറഞ്ഞത്? ടെക്നീഷ്യൻസിന് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്കില്ലുള്ളവരാണ് ആര്? പാരാമെഡിക്സ്. ഇതെങ്ങനെയൊക്കെ ചെയ്യാം? എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കാനുലേഷൻ അല്ലെ? കാനുലേഷൻ അറിയാലോ. നമ്മൾ എന്ത് ചെയ്യുന്നത്? പെയിൻ കണ്ടെത്തിയിട്ട് കാനുല പ്ലേസ് ചെയ്ത് ഇടുന്ന അവസ്ഥയില്ലേ? അതാണ് കേട്ടോ. ക്ലിയർ ആയോ? കാനുലേഷൻ. ഇനി കാനുലയെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ വേദന സംഹാരി അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് അതിലൂടെ രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? ട്രയാർക്കിക്കൽ ഇന്റബേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസിന് വായിലൂടെയോ അല്ലെങ്കിൽ മൂക്കിലൂടെയോ ഒക്കെ ട്യൂബുകൾ കടത്തിവിട്ട് ലെൻസിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിനെയാണ് എന്താ പറയുന്നത്? ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് നോസിലൂടെ അല്ലെങ്കിൽ വായിലൂടെ എന്ത് ചെയ്തിട്ട് ട്യൂബ് കടത്തി വിട്ടിട്ട് ലെൻസിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. ഇനി എന്താണ്? ട്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത്. ട്രൈക്കോതൈറോട്ടോമി നെക്കിലൂടെ എന്ത് ചെയ്യുന്നത്? ട്യൂബ് കടത്തി വിട്ട്
ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസിന് നെക്കിലൂടെ ട്യൂബ് കടത്തിവിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എയർ ലങ്സിലേക്ക് എത്തിക്കുന്നു. ട്രക്കിയോ തൈറോട്രോമി. മനസ്സിലായോ? നെക്കിലൂടെ എന്ത് കടത്തിവിടുന്നു? ട്യൂബ് കടത്തിവിട്ട് ലെൻസിലേക്ക് എയർ എത്തിക്കുന്നതിനെയാണ് ട്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ട്രക്കിയൽ ഇൻറ്റുബേഷൻ മനസ്സിലായോ? ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായിലൂടെയോ മൂക്കിലൂടെയോ ട്യൂബ് കടത്തിവിട്ട് ലെൻസിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ട്രൈക്കോതൈറോട്ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെക്കിലൂടെ ട്യൂബ് കടത്തിവിട്ട് ആ ലെൻസിലേക്ക് എയർ എത്തിക്കുന്ന എയർ ഫ്ലോ നല്ല രീതിയിൽ പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് ട്രൈക്കോതൈറോട്ടോമി. നെക്കിലൂടെയാണ് ട്യൂബ് കടത്തിവിടുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരായിരിക്കും? പ്രത്യേക രീതിയിൽ ഹൈ ലെവലിലുള്ള ആളുകളാണ് പാരാമെഡിക്സ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, പേഷ്യൻസിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സ്റ്റാഫുകളാണ് പാരാമെഡിക്സ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ? ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇത് വെള്ളം കൂടി കിടക്കും. എന്താ പറയേണ്ടത്? പാരാമെഡിക്സ് പറയണോ? പാരാമെഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈ ലെവൽ മെഡിക്കൽ ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് നല്ല രീതിയിലുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള മെഡിക്കൽ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ്? ഡോക്ടറിന്റെയോ നഴ്സിന്റെയോ കീഴിൽ വരുന്ന ആൾക്കാരാണ് ഈ പാരാമെഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാനുലേഷൻ എന്ന് പറഞ്ഞാല് ക്യാനുല നമ്മള് ഇപ്പൊ ട്രിപ്പ് ഇടുന്നില്ലേ? ട്രിപ്പ് ഇടുന്ന ഇത് നമ്മള് പെയിൻ കണ്ടെത്തിയിട്ട് എന്താ ചെയ്യുന്നത്? ഐ വി സെറ്റ് കണ്ടിട്ടുണ്ടോ? അതെന്ത് ചെയ്യുന്നുണ്ട്? വെയിനിലൂടെ അത് പ്ലേസ് ചെയ്ത് ക്യാനുല പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രിപ്പ് ഇടുന്നു. അതാണ് കേട്ടോ. ട്രിപ്പ് ഇട്ടിട്ടില്ലേ ആരും? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ട്രിപ്പ് ഇടുന്ന അതാണ്. അതുപോലെ തന്നെ എന്താണ്? ഇപ്പൊ വേദന സംഹാരിയൊക്കെ ആണെങ്കിൽ അതിലൂടെ ഇഞ്ചക്ട് ചെയ്തിട്ട് മരുന്നുകൾ കയറ്റും. പിന്നെന്താ പറയുന്നത്? ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വായിലൂടെയോ മൂക്കിലൂടെയോ ട്യൂബ് കടത്തിട്ട് ലെൻസിലേക്ക് എയർ എത്തിച്ചു കൊടുക്കുന്നു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസിന്. അതുപോലെ ട്രൈക്കോതൈറോട്ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്കിലൂടെ ട്യൂബ് കടത്തിവിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസിനാണ് ഇത് രണ്ടും ചെയ്യുന്നത്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസിന് നെക്കിലൂടെ ട്യൂബ് കടത്തിവിട്ട് ലെൻസിലേക്ക് എയർ എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ട്രൈക്കോതൈറോട്ടോമി. വായിച്ചു നോക്കിയേ. അത് സാറില്ല നമ്മളെ കുഴപ്പമില്ല കേട്ടോ. സംശയം ചോദിക്കാം. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോ, മിസ് പറഞ്ഞാല്.
വായിച്ചു നോക്കിയോ? നോക്കിയോ വായിച്ച്? ഓക്കെ, ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നുമില്ല. ഇനി ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, 8th പോയിന്റ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. എമർജൻസി കെയർ പ്രാക്ടീഷണർ. എന്താണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സ്കില്ല് ലഭിച്ചവരായിരിക്കും അല്ലെ, പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും. അതാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. This position is outlined to bridge the link between ambulance care and the care of a general practitioner. General practitioner ആരാണ് ഇവിടെ? ആരായിരിക്കും ജനറൽ പ്രാക്ടീഷണർ? ആരെ ഉദ്ദേശിക്കുന്നത്? അറിയോ ആരാണെന്നുള്ളത്? ജനറൽ പ്രാക്ടീഷണർ വെരി ഗുഡ്, ഡോക്ടറെയാണ് ഉദ്ദേശിക്കുന്നത്. ജനറൽ പ്രാക്ടീഷണർ മീൻസ് ഡോക്ടർ. അപ്പോ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാല് ആംബുലൻസ് കെയർ അല്ലെ, ടെക്നീഷ്യൻസിന്റെയും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെയും ഇടയിൽ വരുന്ന ആ വ്യക്തികളെയാണ് പറയുന്നത് എമർജൻസി കെയർ പ്രാക്ടീഷണർ. ഇനി എന്താ പറയുന്നത്? ECPs are already eligible paramedics. അടയാളപ്പെടുത്തിക്കോട്ടാ, അവരാരാണ്? ഓൾറെഡി എലിജിബിൾ ആയിട്ടുള്ള പാരാമെഡിക്സ് ആണ്. who have gone through further training. അവർക്ക് എന്താണ്? further training ലഭിച്ചവരാണ്. and are trained to visit medicine for longer period care such as antibiotics, as well as being trained in a range of additional diagnostic techniques. ഇവിടെ പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ ട്രെയിനിങ് അല്ലെ, ഫർദർ ട്രെയിനിങ് ലഭിച്ചവരാണ് ഈ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ലോങ് പീരീഡ് ഓഫ് കെയർ കൊടുക്കേണ്ട രോഗികളാണ്. ലോങ് പീരീഡ് കെയർ കൊടുക്കുന്ന രോഗികൾക്ക് അവർക്ക് കൊടുക്കേണ്ട ആന്റിബയോട്ടിക്സിനെ കുറിച്ച്, അതുപോലെ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് അല്ലെ, ടെക്നിക്കുകൾ എങ്ങനെയാണ്, രോഗനിർണയത്തിന്റെ ടെക്നിക്കുകളെ കുറിച്ചും നല്ല രീതിയിൽ ട്രെയിനിങ് ലഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അവർക്ക് ആ അറിവുകൾ അല്ലെ, നല്ല രീതിയിലുള്ള അറിവുകൾ ആ മേഖലയിൽ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാരാണ് ആര്? എമർജൻസി കെയർ പ്രാക്ടീഷണർ. മനസ്സിലായോ? ജനറൽ പ്രാക്ടീഷണറിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഇടയിൽ വരുന്നവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ് ആണ് ഇവര്. അതുപോലെ ഫർദർ ട്രെയിനിങ് ലഭിച്ചവരാണ്. എങ്ങനെയുള്ള ട്രെയിനിങ് ആണ്? ഈ ലോങ് പീരീഡിൽ കെയർ കൊടുക്കേണ്ട രോഗികൾക്കും അവരുടെ മരുന്നുകൾ അല്ലെ, ആന്റിബയോട്ടിക്സ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിവുള്ളവരായിരിക്കും ആര്? എമർജൻസി കെയർ പ്രാക്ടീഷണർ. മനസ്സിലായോ? ഇനി ആരാണ്? ഫിസിക്കൽ അസിസ്റ്റൻസ് അല്ലെ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്. Physician assistants are seen mainly in English-speaking countries and are known as physician associate in some countries. So, English-speaking countries, physician assistant ne parayna mottoru pere endana? Physician associate. എന്താ പറയണ്ടേ? എമർജൻസിക്ക് 1 minute കേട്ടോ. എമർജൻസി കെയർ പ്രാക്ടീഷണർ ആണോ പറയണ്ടേ മോളെ? ഏതാ പറയണ്ടേ? എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ എന്താണ്?
ഈ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ഡോക്ടറെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡോക്ടറിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഒരു നടുക്ക് വരുന്ന അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് എന്താണ്, നല്ല രീതിയിൽ ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ് ആണ് അവർ, ഓൾറെഡി എലിജിബിൾ ആയിട്ടുള്ള പാരാമെഡിക്സും അതുപോലെ എന്താണ് ഫർദർ ട്രെയിനിങ് ലഭിച്ചവരാണ്. നല്ല രീതിയിൽ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ എന്താണ്, ട്രെയിനിങ് നല്ല രീതിയിൽ ലഭിച്ചവരായിരിക്കും പ്രാക്ടീഷണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. ഫർദർ ട്രെയിനിങ് ലഭിച്ചവരും അതുപോലെ തന്നെ ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സുമാണ് ആര്, ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് എങ്ങനെയുള്ള ട്രെയിനിങ് ആണ് ലഭിച്ചിരിക്കുന്നത്, ഇപ്പൊ ലോങ് പീരീഡില് കെയർ കൊടുക്കേണ്ട രോഗികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കേണ്ട ആന്റിബയോട്ടിക്സിനെ കുറിച്ച്, അതുപോലെ എന്താണ് അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകൾ ഉണ്ട്, രോഗനിർണയത്തിന്റെ ടെക്നിക്കുകൾ, അതിനെ കുറിച്ച് നല്ല രീതിയിൽ അറിവുള്ളവരായിരിക്കും ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിയേ, ഫിസിഷ്യൻ അസിസ്റ്റന്റ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റിനെ പറയുന്നത് എന്താണ്, ഫിസിഷ്യൻ അസോസിയേറ്റ്സ് എന്നാണ്. അടിയിൽ വരയ്ക്കാട്ടോ, അടിയിൽ വരച്ചു വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇത്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് അസോസിയേറ്റ്. ഇനി എന്താണ്, ഫിസിഷ്യന്റെ കീഴിൽ വരുന്നവരാണ് ആര്, ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഫിസിഷ്യന്റെ കീഴിൽ ഡോക്ടർ എന്നാണ് ഫിസിഷ്യനെ പറയുന്നത് അല്ലെ. അപ്പൊ ഫിസിഷ്യന്റെ കീഴിൽ വരുന്നവരാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഫിസിഷ്യന്റെ എല്ലാ ഫിസിഷ്യൻ ഉള്ള എല്ലാ മെഡിക്കൽ സ്കിൽസും ഉള്ളവര് തന്നെയാണ് ആരും ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഫിസിഷ്യൻ ഉള്ള പോലെ തന്നെയുള്ള എല്ലാ മെഡിക്കൽ സ്കിൽസും ഉള്ളവരാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോകുമ്പോ ഫിസിഷ്യൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഫിസിഷ്യൻ അസോസിയേറ്റ്സ് ആണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കെയറിങ്ങും കൊടുക്കുന്നത്. മനസ്സിലായോ? ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഫിസിഷ്യൻ രോഗികളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തില് ഫിസിഷ്യൻ ഉണ്ടാകാത്ത അവസ്ഥയില് ഈ ഫിസിഷ്യൻ അസോസിയേറ്റ്സ് ആണ് ആ രോഗികൾക്ക് വേണ്ട എല്ലാ കെയറിങ്ങും കൊടുക്കുന്നത്. മനസ്സിലായോ? ഇനി ഫിസിഷ്യൻ അസിസ്റ്റന്റും ഫിസിഷ്യനും തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. ഫിസിഷ്യൻ അസിസ്റ്റന്റും ഫിസിഷ്യനും തമ്മിൽ ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഒരു എമർജൻസി കേസായിട്ട് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഒരു രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോകുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, അവര് തമ്മില് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഇവിടെ പറയുന്നത് കണ്ടോ, ഞാൻ വായിച്ചിട്ടില്ലല്ലേ, ഈ ഭാഗം വായിച്ചിട്ടില്ലല്ലോ. They normally work in this discussion with the physician though in an ambulance environment this may not be possible. Instead, advanced direction or electronic communication is available to PS to consult with physicians when needed. എന്താ പറയുന്നത്, ഇപ്പോ ഫിസിഷ്യൻ അസോസിയേറ്റ് ആയിട്ട് നമ്മൾ ഒരു രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. അപ്പോ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഫിസിഷ്യനും ഫിസിഷ്യൻ അസോസിയേറ്റും തമ്മിൽ ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തില് ഈ ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഫിസിഷ്യനും ഫിസിഷ്യൻ അസിസ്റ്റന്റും തമ്മിൽ ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തി ഫിസിഷ്യൻ പറയുന്നതനുസരിച്ചിട്ട് ആ രോഗിക്ക് നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ ആണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പറയുന്ന പേരാണ് ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്, ഫിസിഷ്യന്റെ പോലെ തന്നെയുള്ള എല്ലാ മെഡിക്കൽ സ്കിൽസും ഉള്ള ആളാണ് ആര്, ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ന് പറയുന്നത്.
ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസില് രോഗികളെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഫിസിഷ്യൻ ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ ഈ ഫിസിഷ്യൻ അസോസിയേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ ഫിസിഷ്യൻ അസോസിയേറ്റും ഫിസിഷ്യനും തമ്മിൽ ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോകുമ്പോൾ ഈ ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി ഫിസിഷ്യനെ കോണ്ടാക്ട് ചെയ്യുകയും രോഗിക്ക് എന്താണ് കൊടുക്കേണ്ടത്, എന്ത് കെയർ ആണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിസിഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം പറയുന്നതനുസരിച്ച് കൊണ്ടാണ് രോഗിക്ക് കെയറിങ് കൊടുക്കുന്നത്. ഓക്കെയാണോ? ഈ ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഫിസിഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടേഴ്സ് ആണ് അല്ലെ. Doctors may be present in specialist ambulance units, most notably the air ambulance, with a full range of additional skills such as use of prescription medicines. എന്താ പറയുന്നത്? ഈ ഫിസിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സ് ആണ്. ഈ ഡോക്ടേഴ്സ് ഏത് തരം ആംബുലൻസിലാണ് ഉണ്ടാകുന്നത്? സ്പെഷ്യലിസ്റ്റ് ആംബുലൻസിലാണ് ഉണ്ടാകുന്നത് അല്ലെ. എയർ ആംബുലൻസിലൊക്കെയാണ് ഈ ഫിസിഷ്യൻ ഉണ്ടാകുന്നത്. എയർ ആംബുലൻസിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എയർ ആംബുലൻസിന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എയർ ആംബുലൻസിന് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എന്താണ് എയർക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. എയർ ആംബുലൻസ്. ഗോൾഫ് ഏതാ? എയർ ആംബുലൻസ് ആണോ? ഓക്കെ, റോഡ് ആംബുലൻസ് ആണ് കേട്ടോ അത്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ എയർ ആംബുലൻസ് എന്താണ്? ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അങ്ങനെയുള്ള ആംബുലൻസുകളിലാണ് ഫിസിഷ്യൻ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അവരുണ്ടാകുന്നത്? ഡോക്ടേഴ്സ് ഉണ്ടാകുന്നത്? അപ്പോ എയറിലൂടെയാണല്ലേ ആംബുലൻസ് പോകുന്നത്. അപ്പോ നമ്മൾ എന്താണ്? പെട്ടെന്ന് രോഗിക്ക് എന്തെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ. ചിലപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ എടുത്തതിന് ശേഷം ഹെലികോപ്റ്റേഴ്സ് എടുത്ത് ചിലപ്പോ 1-2 മണിക്കൂറിന് ശേഷമായിട്ട് നമുക്ക് ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? രോഗികൾക്ക് നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ എയർ ആംബുലൻസിനും ഫിസിഷ്യനെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഈ ഫിസിഷ്യനുള്ള സ്കിൽസ് എന്താ പറയുന്നത്? പ്രിസ്ക്രിപ്ഷൻ അല്ലെ, കുറിപ്പടികള്, മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് രോഗികൾക്ക് എങ്ങനെയുള്ള കെയറിങ് അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻ കൊടുക്കണം എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലും ഈ ഫിസിഷ്യന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഫിസിഷ്യൻ ആരാണ്? ഡോക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫിസിഷ്യൻ ഉണ്ടാകുന്ന ആംബുലൻസ് ഏതാണ്? എയർ ആംബുലൻസിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ എന്താണ്? പ്രിസ്ക്രിപ്ഷൻ, കുറിപ്പടികൾ അല്ലെ, മെഡിസിന്റെ കുറിപ്പടികൾ എഴുതാനുള്ള സ്കിൽസും ഈ ഫിസിഷ്യന് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ആംബുലൻസ് ക്രൂ അല്ലെ, ആംബുലൻസിലുള്ള സ്റ്റാഫുകള് ഒക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. 10 കാര്യങ്ങള്, 10 സ്റ്റാഫുകളെ കുറിച്ചാണ് പഠിച്ചത്. ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായോ? ഇത്ര വരെയാണ് നമ്മൾ ആംബുലൻസ് ഉള്ളത് കേട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി പഠിച്ചു തുടങ്ങണം കേട്ടോ നല്ല രീതിയിൽ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു.